അമേരിക്കൻ ആയുധങ്ങളുടെ മുനയൊടിഞ്ഞിട്ടും ഇറാൻ കുലുങ്ങാതെ തന്നെ. ഗതിമുട്ടിയ അമേരിക്ക ഇറാനെതിരെ ശക്തമായ സാമ്പത്തിക ഉപരോധവുമായി മുന്നോട്ട് വരികയാണ്. ഓഗസ്റ്റ് 24, 2026 അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഇറാനെതിരായ പുതിയ സാമ്പത്തിക നടപടികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് ഇറാനെയോ ഇറാനിലെ ഏതാനും സ്ഥാപനങ്ങളെയോ മാത്രം ലക്ഷ്യമിടുന്ന ഉപരോധമല്ല. ഇറാനുമായി വ്യാപാരം നടത്തുന്ന മൂന്നാം രാജ്യങ്ങളെയും സ്ഥാപനങ്ങളെയും വ്യക്തികളെയും ലക്ഷ്യമിടുന്ന ഉപരോധമാണ്. പ്രധാനമായും ചൈന, റഷ്യ, ഇന്ത്യ, തുർക്കി മുതലായ രാജ്യങ്ങൾ. അമേരിക്കൻ ഡോളറുമായുള്ള ബന്ധം നിലനിർത്തണോ അതോ പെട്രോൾ ഡോളറിൽ നിന്നും അകന്നു പോകണോ എന്ന പരസ്യമായ ചോദ്യമാണ് അമേരിക്കൻ ഉപരോധം ഇറാനുമായി സഹകരിക്കുന്ന രാജ്യങ്ങളോട് ചോദിക്കുന്നത്. ഇറാന്റെ പ്രധാന വിദേശ നാണ്യ വരുമാനമായ എണ്ണ കയറ്റുമതി തടയുകയാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. എണ്ണ വാങ്ങുന്നവർ, ഇടനിലക്കാർ, കപ്പൽ, ഷിപ്പിംഗ് ശൃംഖല, സാമ്പത്തിക ഇടപാടുകൾ എന്നിവയ്ക്കെതിരെ കൂടുതൽ നടപടികൾ വരും. ഇറാനുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന വിദേശ ബാങ്കുകൾക്കെതിരെയും നടപടിയുണ്ടാകാം. പ്രത്യേകിച്ച് ഇറാന്റെ പണം അന്താരാഷ്ട്ര സാമ്പത്തിക സംവിധാനത്തിലൂടെ നീക്കാൻ സഹായിക്കുന്ന സ്ഥാപനങ്ങൾ അമേരിക്ക ലക്ഷ്യമിടും. മൂന്നാം രാജ്യങ്ങളിലെ ഷാഡോ ബാങ്കിംഗ് ശൃംഖലകൾ, ഇറാൻ ഉപരോധം മറികടക്കാൻ ഉപയോഗിക്കുന്ന ഫ്രണ്ട് കമ്പനീസ്, എക്സ്ചേഞ്ച് ഹൗസസ്, ഇന്റർമീഡിയറി അക്കൗണ്ട്സ് തുടങ്ങിയവർക്കെതിരെയും നടപടി ശക്തമാക്കും. ഓഗസ്റ്റ് 7 തന്നെ US ട്രഷറി നിരവധി രാജ്യങ്ങളിലായി പ്രവർത്തിച്ചിരുന്ന ഇത്തരം ഇറാനിയൻ ധനശൃംഖലകളെ ലക്ഷ്യമിട്ടിരുന്നു. ഇറാന്റെ എണ്ണയുടെ പ്രധാന ഉപഭോക്താവായ ചൈനയാണ് ഈ നയത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണത്തിന് വിധേയമാകുക. ചൈനീസ് സ്ഥാപനങ്ങൾക്കും ആവശ്യമെങ്കിൽ ബാങ്കുകൾക്കും സെക്കൻഡറി സാങ്ഷൻസ് ഏർപ്പെടുത്താനുള്ള സാധ്യത അമേരിക്ക പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇത് അമേരിക്ക ചൈന ബന്ധത്തിലും വലിയ പ്രത്യാഘാതം ഉണ്ടാക്കാവുന്ന കാര്യമാണ്. സാധാരണ ജനങ്ങൾക്ക് ആവശ്യമായ മരുന്ന് പോലുള്ള ഹ്യൂമാനിറ്റേറിയൻ ഗുഡ്സിന് ചില ഇളവുകൾ നിലനിർത്തുന്നുണ്ട്. അതിനാൽ അതുമാത്രമായിരിക്കും ഇറാനുള്ള ഒരു ഇളവ്. ബെസന്റ് ഇതിനെ എക്കണോമിക് ഡി-ഡേ എന്നും അമേരിക്കയുടെ ഒരു എതിരാളിക്കെതിരെ നടത്തുന്ന ഏറ്റവും വലിയ സാമ്പത്തിക ആക്രമണങ്ങളിൽ ഒന്നായും വിശേഷിപ്പിച്ചിട്ടുണ്ട്. ലക്ഷ്യം ഇറാന്റെ പണം സമ്പാദിക്കൽ, വിദേശത്തേക്ക് മാറ്റൽ, വീണ്ടും ഇറാനിലെത്തിക്കൽ എന്ന മുഴുവൻ ശൃംഖലയും തകർക്കുക എന്നതാണ്. ഇതിന്റെ പ്രത്യാഘാതം ഇറാനിൽ മാത്രം ഒതുങ്ങണമെന്നില്ല. ഇറാനുമായി വ്യാപാരം നടത്തുന്ന ചൈന, ഇന്ത്യ, റഷ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളിലെ കമ്പനികൾക്കും അമേരിക്കൻ സാമ്പത്തിക സംവിധാനത്തിൽ പ്രവേശനം നഷ്ടപ്പെടുമെന്ന ഭീഷണി ഉണ്ടാകാം. അതേസമയം റഷ്യയും ചൈനയും അമേരിക്കയുടെ എക്കണോമിക് ഡി-ഡേയെ പുറംകാല കൊണ്ട് തൊഴിച്ചൊളിഞ്ഞിരിക്കുന്നു. ഇറാനുമായി ബന്ധമുള്ളവർക്കും സാമ്പത്തിക ഉപരോധമെന്ന അമേരിക്കൻ വെല്ലുവിളിയെ അതേ അർത്ഥത്തിൽ ഇരു രാജ്യങ്ങളും തള്ളി എന്നത് തന്നെ അമേരിക്കയ്ക്കേറ്റ ഏറ്റവും വലിയ അടിയും ഇറാന്റെ നിലനിൽപ്പിനുള്ള ആശ്വാസവുമാണ്. ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ അമേരിക്കയുടെ നീക്കത്തെ ശക്തമായി വിമർശിച്ചു. പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് ചൈന അമേരിക്കയുടെ നിയമവിരുദ്ധമായ ഏകപക്ഷീയമായ ഉപരോധങ്ങൾ ശക്തമായി എതിർക്കുന്നുവെന്നാണ്. ചൈന ഇറാൻ വ്യാപാര സഹകരണം അന്താരാഷ്ട്ര നിയമത്തിന്റെ പരിധിയിലാണ് നടക്കുന്നത്. അതിൽ അമേരിക്ക ഇടപെടുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യരുത്. ചൈനയുടെ നിയമപരമായ അവകാശങ്ങളും താല്പര്യങ്ങളും സംരക്ഷിക്കാൻ എല്ലാ ആവശ്യമായ നടപടികളും സ്വീകരിക്കും. സാമ്പത്തിക യുദ്ധം പ്രശ്നം പരിഹരിക്കുകയില്ല, മറിച്ച് ആഗോള സാമ്പത്തിക സംവിധാനത്തെ കൂടുതൽ അസ്ഥിരമാക്കുകയേ ചെയ്യൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ്. കാരണം ഇറാന്റെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താവ് ചൈനയാണ്. അതുകൊണ്ട് ഇറാനുമായുള്ള വ്യാപാരം നിർത്തണമെന്ന അമേരിക്കൻ നിർദ്ദേശം ചൈന അംഗീകരിച്ചാൽ ചൈനയുടെ ഊർജ വിതരണത്തെയും ബാധിക്കും, ഇറാന്റെ നിലനിൽപ്പിനെയും അത് ബാധിക്കും. അതിനാൽ ചൈനയുടെ സന്ദേശം ഏകദേശം ഇറാനുമായി ഞങ്ങൾ നടത്തുന്ന നിയമപരമായ വ്യാപാരത്തിൽ അമേരിക്ക ഇടപെടേണ്ട എന്നതാണ്. അതേസമയം റഷ്യയുടെ പ്രതികരണം ചൈനയുടേതുപോലെ ഇന്നത്തെ പ്രഖ്യാപനത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യേക പ്രതികാര പ്രഖ്യാപനം എന്നതിലുപരി അമേരിക്കയുടെ ഏകപക്ഷീയമായ ഉപരോധങ്ങളുടെ നിയമസാധുതയെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലപാടാണ്. റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ തന്നെ അമേരിക്ക ഇറാനെതിരെ വീണ്ടും അന്താരാഷ്ട്ര ഉപരോധങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന് നിയമപരമായി അസാധുവാണ് എന്ന് പറഞ്ഞിരുന്നു. മോസ്കോയുടെ വാദം അമേരിക്ക JCPOAയിൽ നിന്ന് സ്വയം പിന്മാറിയതിനാൽ അതിലെ വ്യവസ്ഥകൾ ഉപയോഗിച്ച് UN ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കാൻ അമേരിക്കയ്ക്ക് അവകാശമില്ല എന്നാണ്. UN സെക്യൂരിറ്റി കൗൺസിലിന്റെ തീരുമാനമില്ലാതെ അമേരിക്ക സ്വന്തം നിലക്ക് മറ്റ് രാജ്യങ്ങൾക്ക് നേരെ സാമ്പത്തിക ശിക്ഷകൾ ഏർപ്പെടുത്തുന്നത് അന്താരാഷ്ട്ര നിയമത്തെയും UN സംവിധാനത്തെയും ദുർബലപ്പെടുത്തും. ഇത്തരം നീക്കങ്ങൾ സെക്യൂരിറ്റി കൗൺസിലിൽ വലിയ പിളർപ്പുണ്ടാക്കുകയും അതിന്റെ അധികാരത്തെ തന്നെ ദുർബലപ്പെടുത്തുകയും ചെയ്യുമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചുരുക്കത്തിൽ റഷ്യയും ചൈനയും അമേരിക്കയുടെ തിട്ടൂരത്തിന് വഴങ്ങില്ല എന്നത് ഇറാന് വലിയ ആശ്വാസവും അമേരിക്കൻ ഡോളറിന് ഒരു ബദൽ സംവിധാനം തേടുന്നതിന് ആക്കം കൂട്ടുകയും ചെയ്യും. അതേസമയം ഇന്ത്യയും തുർക്കിയും ഇതുവരെ ചൈനയെ പോലെ അമേരിക്കയുടെ ഉപരോധം നിയമവിരുദ്ധമാണെന്നോ
ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് തുറന്നു പറഞ്ഞതായി ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ വ്യക്തമായിട്ടില്ല. അവർ അമേരിക്കൻ സമ്മർദ്ദം ഒഴിവാക്കാനും അതേസമയം ഇറാനുമായുള്ള തങ്ങളുടെ തന്ത്രപരമായ സാമ്പത്തിക താൽപ്പര്യങ്ങൾ പരമാവധി സംരക്ഷിക്കാനും ശ്രമിക്കുന്ന ഘട്ടത്തിലാണ്. തുർക്കി അമേരിക്കൻ ഉപരോധത്തിന് വിധേയമായ ഇടപാടുകൾ ഒഴിവാക്കാൻ ശ്രമിച്ചേക്കാം, എന്നാൽ ഇറാനുമായുള്ള മുഴുവൻ വ്യാപാരവും നിർത്താൻ സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് പ്രകൃതിവാതകം പോലുള്ള തുർക്കിയുടെ അടിസ്ഥാന ആവശ്യങ്ങൾ അമേരിക്കയുടെ സെക്കൻഡറി സാങ്ഷനൊപ്പം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നാണ് തുർക്കിയെ സംബന്ധിച്ച പ്രധാന ചോദ്യം. അതേസമയം ഇന്ത്യ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി ഇറാനുമായുള്ള വ്യാപാരം ഗണ്യമായി കുറച്ചിട്ടുണ്ട്. 2018-19 ഏകദേശം $17 ബില്യൺ ആയിരുന്നു ഇരു രാജ്യങ്ങളിലെയും വ്യാപാരമെങ്കിൽ 2025-26 ഏകദേശം $1.63 ബില്യൺ കുറഞ്ഞിട്ടുണ്ട്. ലോകത്തിനു മേലുള്ള അമേരിക്കൻ സർവാധിപത്യം അവസാനിപ്പിക്കാൻ ചൈന, ഇന്ത്യ, റഷ്യ, ബ്രസീൽ, ഗൾഫ് രാജ്യങ്ങൾ, ആഫ്രിക്ക, തെക്ക് കിഴക്കൻ ഏഷ്യ തുടങ്ങിയ വലിയ വ്യാപാര ശൃംഖലകൾ പ്രാദേശിക കറൻസികൾ ഉപയോഗിക്കാൻ തുടങ്ങുകയും അവയെ ബന്ധിപ്പിക്കുന്ന പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുകയും ചെയ്താൽ മാത്രമേ സാധ്യമാകൂ. അതുവരെയും അമേരിക്ക ലോക സമ്പദ് വ്യവസ്ഥയിൽ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടേയിരിക്കും.